എന്താണ് എല്ലാരും കൂടി ഒരു ചർച്ച? ഇപ്പൊ ഇത് കേൾക്കുമ്പോ നിരാശകാമാന് സന്തോഷാവൂല്ലോ. അളിന്നറിഞ്ഞില്ലേ, നമ്മുടെ സുജാ ചേച്ചി ഇപ്പൊ കേരളം മുഴുവൻ ഫേമസ് ആയി. അതാണോ? ആ ട്രാഫിക്കിലുണ്ടായ ഇൻവോൾവ്മെന്റ് അല്ലേ? മിനിസ്റ്റർ വരെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. ഓ, എല്ലാം അറിഞ്ഞിട്ടാ വരുന്നത്. അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു കാണും. മിനിസ്റ്റർ പറഞ്ഞതേ ഡിപ്പാർട്ട്മെന്റിലെ പെൺപുലിയാണ് സുജാത എന്ന. ഈ ട്രാഫിക്കിലെ പ്രശ്നം വെച്ച് മാത്രമല്ല കേട്ടോ, ഇൻവെസ്റ്റിഗേഷനിലും സുജാത ബ്രില്യന്റ്. ഇതിനു മുമ്പും ഇതുപോലെ പല സിറ്റുവേഷനിലും അയാൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓ, ഇതൊന്നും വലിയ കാര്യമല്ല. ഡിഗ്രി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എസ്ഐ ടെസ്റ്റ് എഴുതാം. പിന്നെ നീ എന്താ എഴുതാതിരുന്നേ? അതിന് ആർക്ക് വേണമെങ്കിൽ പോലീസ് ജോലി. നാട്ടുകാരുടെ ചീത്തവിളി കേൾക്കാൻ നമ്മളെ കൊണ്ടുവയ്യേ. അതെ, ഭർത്താവ് ഒരു പോലീസുകാരനാണെന്നുള്ള പരിഗണനയെങ്കിലും വർത്താനം പറയുമ്പോ കാണിക്കണമീ. എടീ, നീ ജീവിക്കുന്നേ ഈ പോലീസുകാരന്റെ കാശുണ്ടാ? അല്ലയോ അല്ലയോ? പിന്നെ ഞാൻ ദത്തന്റെ കാര്യമല്ല പറഞ്ഞത്. ദത്തനൊരു സിവിൽ സർവീസ് ഓഫീസർ അല്ലേ? അതുപോലെയാണ് ഒരു സാധാ എസ് ഐ. അല്ല, ഈ എസ് ഐക്ക് എന്താ കുഴപ്പം? അതെ, എല്ലാ ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാടുണ്ട്. അതാ ഞാനും പറഞ്ഞത്. ഈ പട്ടിയെ പോലെ ഇങ്ങനെ കിടന്ന് പണിയെടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഒരു സാധാ എസ് ഐ ആവാനല്ലോ ഞാൻ അത്രയും പഠിച്ചത്. അല്ലാതെ നിനക്ക് ജോലി കിട്ടാത്തോണ്ടല്ല. മുത്തശ്ശി ഗോളടിച്ചു. എസ് ഐ ടെസ്റ്റ് എഴുതിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ ഓട്ടത്തിന് ചാട്ടത്തിനും എനിക്ക് എന്തുമാത്രം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് മുത്തശ്ശിക്ക് അറിയില്ലേ? പിന്നെ ഞാൻ കോളേജിൽ NCCയുടെ ബെസ്റ്റ് കേഡറ്റും ആയിരുന്നില്ലേ? എഴുതിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടാതെ പിന്നെ ആർക്ക് കിട്ടാനാ? നീ എഴുതിയില്ലല്ലോടി, പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? അല്ല, അതിന് ചേച്ചിക്ക് പ്രായമൊന്നും കഴിഞ്ഞു പോയില്ലല്ലോ. വേണമെങ്കിൽ ഇനി എഴുതാലോ. നീ നിന്റെ ഭാര്യ കൊണ്ട് എഴുതിപ്പിച്ചാ മതി. ഞാൻ ഏതായാലും പോലീസ് ആവാൻ തീരുമാനിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും ഇവളോട് പറയുക? പിന്നെ എന്താ ഏട്ടത്തിയുടെ തീരുമാനം? ചെമ്പകശ്ശേരിയിലെ അടുക്കളക്കാരിയായിട്ട് കൂടാനോ?